നമസ്കാരം. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെയും മകൾ വീണ വിജയന്റെയും ഉറക്കം കെടുത്തുന്ന നിർണായകമായ വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. CMRL എക്സാലോജിക് അനധികൃത പണമിടപാട് കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം മുന്നേ ഇപ്പോൾ നീളുന്നത് പിണറായി വിജയനിലേക്ക് തന്നെയാണ്. CMRL ഉടമ ശശിധരൻ കർത്ത ഇഡിക്ക് നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പിണറായി വിജയനെ നേരിട്ട് ചോദ്യം ചെയ്യുന്ന കാര്യത്തിൽ ഇഡി ഉടൻ തന്നെ അന്തിമ തീരുമാനമെടുത്തേക്കും. വീണ വിജയന്റെ കമ്പനിക്ക് ഒരു സേവനവും നൽകാതെ കോടികൾ നൽകിയത് എന്തിനായിരുന്നു എന്ന ചോദ്യത്തിന് പിണറായി വിജയനുമായുള്ള വ്യക്തിപരമായ ബന്ധത്തിന്റെ പേരിലാണ് പണം നൽകിയതെന്നാണ് ശശിധരൻ കർത്ത ഇഡിക്ക് മുന്നിൽ തുറന്നു പറഞ്ഞിരിക്കുന്നത്. അതായത് സേവനത്തിനല്ല, പകരം ഭരണസ്വാധീനത്തിനും വഴിവിട്ട സഹായങ്ങൾക്കും വേണ്ടിയാണ് പിണറായി വിജയന് കിട്ടേണ്ട പണം വീണയുടെ അക്കൗണ്ട് വഴി കർത്ത കൊടുത്തത് എന്ന് ഇതോടെ വ്യക്തമായിരിക്കുകയാണ്. പിണറായിയെ ചോദ്യം ചെയ്യുന്നതോടെ എന്തൊക്കെ വഴിവിട്ട സഹായങ്ങളാണ് CMRLന് സർക്കാർ ചെയ്തു കൊടുത്തത് എന്നതിന്റെയും ആരൊക്കെയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് എന്നതിന്റെയും ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവരുമെന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. CMRLൽ നിന്ന് കോടികൾ കൈപ്പറ്റാൻ വീണ വിജയനും എക്സാലോജിക്കും കാണിച്ച നീക്കങ്ങൾ ഇഡി കൃത്യമായി പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. ആദ്യം ഇഡി ചോദ്യം ചെയ്തപ്പോൾ CMRLന് കൃത്യമായി IT സേവനങ്ങൾ നൽകിയിട്ടുണ്ടെന്നാണ് വീണ വാദിച്ചിരുന്നത്. എന്നാൽ അത്തരമൊരു സേവനം നൽകിയതിന് യാതൊരുവിധ രേഖകളും തെളിവുകളും ഹാജരാക്കാൻ വീണയ്ക്ക് കഴിഞ്ഞില്ല. ബംഗളൂരുവിലെ എക്സാലോജിക് ഓഫീസിലെ സിസ്റ്റത്തിലാണ് ഇതിന്റെ വിവരങ്ങൾ ഉള്ളതെന്നും എന്നാൽ ആ ഓഫീസ് പൂട്ടിപ്പോയെന്നുമാണ് വീണ നൽകിയ വിശദീകരണം. എന്നാൽ ഒടുവിൽ രക്ഷയില്ലെന്ന് കണ്ടപ്പോൾ തങ്ങൾ CMRLന് യാതൊരുവിധ സേവനവും നൽകിയിട്ടില്ലെന്ന് വീണയ്ക്ക് തന്നെ ഇഡിക്ക് മുന്നിൽ സമ്മതിക്കേണ്ടതായി വന്നു. ഒരു തരത്തിലുള്ള ഇൻവോയ്സുകളും നൽകാതെ 2017 ജനുവരി മുതൽ ഒക്ടോബർ വരെയുള്ള വെറും 10 മാസത്തിനുള്ളിൽ 45 ലക്ഷം രൂപയാണ് വീണയ്ക്ക് CMRL കൈമാറിയത്. യാതൊരു പണിയും ചെയ്യാതെ ഒരു കമ്പനി ലക്ഷങ്ങൾ കൈപ്പറ്റുന്നുവെങ്കിൽ അത് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് CMRLന് ലഭിച്ച വഴിവിട്ട സഹായങ്ങളുടെ പ്രത്യുപകാരവും കൈക്കൂലിയുമല്ലാതെ മറ്റെന്താണ്? വീണ വിജയന്റെ എക്സാലോജിക് എന്ന കമ്പനി കേവലം പണം വെളുപ്പിക്കാനും മാസപ്പടി വാങ്ങാനുമുള്ള ഒരു വ്യാജ മറ മാത്രമായിരുന്നുവെന്നാണ് ഇഡി റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. കടുത്ത നഷ്ടത്തിലായിരുന്ന എക്സാലോജിക്കിന്റെ ആകെ വിറ്റുവരവ് വെറും 5 ലക്ഷം രൂപ മാത്രമായിരുന്നു. സ്വന്തമായി നിലനിൽപ്പില്ലാത്ത ഈ ഒരു ബോഗസ് കമ്പനി പൂർണ്ണമായും CMRLൽ നിന്നുള്ള ഫണ്ടിനെ മാത്രമാണ് ആശ്രയിച്ചിരുന്നത്. IT കൺസൾട്ടൻസി ആൻഡ് മാർക്കറ്റിംഗ് സർവീസസ് എന്ന വ്യാജേന മാസം 3 ലക്ഷം രൂപയും കൺസൾട്ടന്റായി നിയമിച്ചെന്ന പേരിൽ വീണയ്ക്ക് വ്യക്തിപരമായി മാസം 5 ലക്ഷം രൂപയും CMRL നൽകുമായിരുന്നു. പോരാത്തതിന് ശശിധരൻ കർത്തയുടെ ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനമായ എംപവർ ഇന്ത്യ ക്യാപിറ്റലിൽ നിന്ന് 50 ലക്ഷം രൂപയുടെ വായ്പയും നൽകി. അന്വേഷണത്തിനിടയിലാണ് വീണയ്ക്ക് ലേക്കർ ഇന്ത്യ കോർപ്പറേഷൻ എന്ന പേരിൽ കോഴിക്കോട് രജിസ്റ്റർ ചെയ്ത മറ്റൊരു പേരിൽ കമ്പനി കൂടി ഉണ്ടെന്ന്, അതിൽ പങ്കാളിത്തമുണ്ടെന്ന് ഇഡി കണ്ടെത്തുന്നത്. ഈ അന്വേഷണത്തിന്റെ ഭാഗമായി കമ്പനിയുടെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്ന 15,57,414 രൂപ ഇഡി മരവിപ്പിക്കുകയും ചെയ്തു. റെയ്ഡിൽ വീണയുടെ ഫോണും രഹസ്യ വിവരങ്ങൾ അടങ്ങിയ ഡയറിയും നിർണായക രേഖകളും ഇഡി പിടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. CMRLൽ നടന്നത് അതിവിദഗ്ധമായ കള്ളപ്പണ തട്ടിപ്പാണ്. ഇതിനായി അവർ അവലംബിച്ചത് സർക്കുലർ ഫണ്ടിംഗ് എന്ന രീതിയായിരുന്നു. ചെളിനീക്കത്തിന്റെയും ചരക്കു നീക്കത്തിന്റെയും പേരിൽ CMRL 139 കോടിയുടെ വ്യാജ ചെലവുകൾ കാണിച്ചു. സേവനത്തിന് ബിൽ തുക വ്യാജമായി കൂട്ടിക്കാണിച്ച് 43 കോടിയും അല്ലാത്ത കരാറുകൾക്ക് നൽകിയതായി SFIO അന്വേഷണത്തിൽ തെളിഞ്ഞിരുന്നു. കരാർ എടുത്ത കമ്പനികൾക്ക് ബാങ്ക് വഴി പണം കൈമാറും. ഇവർ ഈ പണം പിൻവലിച്ച് കറൻസിയായി CMRLന്റെ ചീഫ് ഫിനാൻസ് ഓഫീസർക്കോ ചീഫ് ജനറൽ മാനേജർക്കോ തിരികെ നൽകും. ഇതിന് 7% കമ്മീഷൻ ഈ കരാറുകാർക്ക് ലഭിക്കും. ഈ ഒരു രീതിയിലാണ് കോടികളുടെ കള്ളപ്പണം CMRL സിസ്റ്റത്തിലേക്ക് തിരികെ എത്തുന്നത്. വീണയുടെ എക്സാലോജിക്കിന് ലഭിച്ച പണം എംപവർ ഇന്ത്യയുടെ അക്കൗണ്ടിലേക്ക് മാറ്റി കള്ളപ്പണം വെളുപ്പിച്ചതായും ഇഡി കണ്ടെത്തിയിട്ടുണ്ട്. 2016 നവംബർ മുതൽ പല ഘട്ടങ്ങളിലായി ലക്ഷക്കണക്കിന് രൂപയാണ് ഈ രീതിയിൽ കൈമാറ്റം ചെയ്യപ്പെട്ടത്. CMRL എന്ന പബ്ലിക് ലിസ്റ്റഡ് കമ്പനിയിലെ സാധാരണക്കാരായ ഓഹരി ഉടമകളെ വഞ്ചിച്ച് കർത്തയും കുടുംബവും കോടികളാണ് വിദേശത്തേക്ക് കടത്തിയത്. കർത്തയുടെ കുടുംബത്തിന് മാത്രം നിയന്ത്രണമുള്ള നിപുണ ഇന്റർനാഷണൽ എന്ന കമ്പനിയിലേക്ക് വാഹിനി ട്രാൻസ്പോർട്ടേഴ്സ് വഴി 90 കോടി രൂപ സർക്കുലർ ഫണ്ടിങ്ങിലൂടെ മാറ്റി. പൊതുജനങ്ങളുടെ പണമുള്ള ഒരു ലിസ്റ്റഡ് കമ്പനിയിൽ നിന്ന് ഈ വിവരങ്ങളെല്ലാം ആസൂത്രിതമായി മറച്ചുവെച്ചു. ഈ തട്ടിപ്പിലൂടെ ലഭിച്ച 13.32 കോടി രൂപയുടെ കമ്മീഷൻ തുക ശശിധരൻ കർത്തയും മരുമകൻ അനിൽ ആനന്ദ പണിക്കറും ചേർന്ന് ദുബായിലേക്ക് കടത്തിയതായും ഗൗരവകരമായ ആരോപണങ്ങളുണ്ട്. മകൾ വീണയ്ക്ക് കർത്ത നൽകിയ കോടികൾ കേവലം ഒരു കമ്പനിക്കുള്ള ഫണ്ടല്ല, മറിച്ച് പിണറായി വിജയൻ എന്ന സംസ്ഥാന ഭരണാധികാരിക്ക് നൽകിയ കൃത്യമായ കൈക്കൂലിയും മാസപ്പടിയുമാണെന്ന് ഇതോടെ പകൽ പോലെ വ്യക്തമായി. മകൾക്ക് കിട്ടിയ പണത്തിന്റെ യഥാർത്ഥ ഗുണഭോക്താവ് പിണറായി വിജയൻ തന്നെയാണ്. പിണറായി വിജയനെ ഇഡി ചോദ്യം ചെയ്യുന്നതോടെ ഈ പണത്തിന് പകരം CMRLന് നൽകിയ പാരിസ്ഥിതിക ഇളവുകളും ഖനനാനുമതികളും മറ്റു വഴിവിട്ട സഹായങ്ങളും ഉൾപ്പെടെയുള്ള നിർണായക വിവരങ്ങൾ ഒന്നൊന്നായി പുറത്തുവരും.
അധികാരത്തിന്റെ തണലിൽ എത്ര കള്ളപ്പണ സർക്കുലർ ഫണ്ടിംഗ് നടത്തിയാലും സത്യം ഒരു നാൾ പുറത്തു വരിക തന്നെ ചെയ്യും. പിണറായി വിജയനെയും വീണയെയും കാത്തിരിക്കുന്നത് വൻ നിയമക്കുരുക്ക് തന്നെയാണ്.